ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് കർണാടകയിലെ മറ്റൊരു പ്രസിദ്ധമായ ക്ഷേത്രമായ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്കാണ്. ഈ കവാടത്തിൻ്റെ ഉള്ളിലൂടെയാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം. നിരവധി KSRTC ബസ്സുകൾ ഇവിടത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അകത്തായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് നിരവധി സ്ഥലങ്ങളാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾക്ക് വലത് സൈഡിലായിട്ട് കാണാൻ കഴിയുന്നത് മൊത്തം ഇവിടുത്തെ ലോഡ്ജുകളാണ്. നിരവധി സ്ഥലത്ത് നിന്ന് ആളുകൾ ഇവിടെ ദർശനത്തിനായി വരാറുണ്ട്. ഇതിനുള്ളിലായി 4ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ എന്തോ ഉത്സവത്തിൻ്റെ തിരക്കിലായിരുന്നു. രഥോത്സവം ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സ്വർണത്തിൽ തീർത്ത ശിവലിംഗമാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ഭഗവാൻ ശിവന്റെ പേരാണ് മഞ്ജുനാഥൻ. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം മഞ്ജുനാഥ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഇവിടെ ഹിന്ദുമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും സമ്മിശ്രമായ ആരാധനാ രീതിയാണ്. ധർമ്മ സംസ്ഥാപനത്തിന് ഭഗവാൻ അനുഗ്രഹിച്ചു നൽകിയ ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള സേവന പ്രവൃത്തികൾ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ ചെയ്യുന്നുണ്ട്. മഞ്ജുനാഥ സ്വാമിക്ക് മുന്നിൽ സത്യം ചെയ്യുന്നത് പതിവായ ഒരു രീതിയായിരുന്നു ഇവിടെ. കള്ളസത്യം ഇട്ടാൽ അത് ചെയ്യുന്ന ആൾക്ക് വലിയ പ്രശ്നമുണ്ടാകും എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം വളരെ വൃത്തിയോടുകൂടിയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിനായിട്ട് മെഷീൻ വർക്ക്സ് ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ കാറിൻ്റെ മുന്നിലായിട്ട് ഒരാൾ കൈ കാണിച്ചു. അത് മറ്റാരും ആയിരുന്നില്ല, ഒരു മഡ്ക സോഡ വിൽക്കുന്ന ഒരു ചെക്കനായിരുന്നു. ഞങ്ങൾ ഇതുവരെ ഇത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ ഒരു മഡ്ക എടുത്തിട്ട് അതിലേക്ക് എന്തെല്ലോ ഐറ്റംസ് ഇവർ ചേർക്കുന്നുണ്ട്. സംഗതി ഞങ്ങൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെ എന്തൊക്കെയോ സംഗതികളൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് സോഡ ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് തന്നു. സംഗതി കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ദാഹിക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു സാധനമാണ്. അങ്ങനെ ഞാൻ കുറച്ചേ കുടിച്ചിട്ട് ബാക്കിയൊക്കെ തിരിയായിട്ടാണ് കുടിച്ചത്. അങ്ങനെ ഞങ്ങളത് കുടിച്ച് ഞങ്ങൾ കാറിലേക്ക് കയറി. അപ്പോൾ ഗായ്സ്, എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.